സൗദി അറേബ്യ ഏതാണ്ട് 2030 അല്ലെങ്കിൽ 40 ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കേന്ദ്ര ബിന്ദുവായി മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സാമ്പത്തികമായും പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിലും ഒക്കെ വല്ലാതെ കുതിക്കുകയാണ് സൗദി അറേബ്യ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2034 കാൽപന്ത് കളി സൗദി അറേബ്യയിലാകുമെന്ന് ഫിഫ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് 34 അങ്ങ് അകലെ നിൽക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിലും 24 നിന്നും 34 എത്താൻ 10 വർഷത്തെ കാലയളവ് മാത്രമേ ഉള്ളൂ. അതിനിടയിൽ തീർച്ചയായും സൗദിയിൽ വലിയ മാറ്റങ്ങൾക്കും വലിയ പുരോഗതിക്കുമുള്ള സാഹചര്യങ്ങളുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നമ്മുടെ മാത്യു സാമുവലിന് ഖത്തറിലെ പോലെ അവിടെയും മതം പോയി, ഒഴുകിപ്പോയി, ഇല്ലാതായി, ഇസ്ലാം മുങ്ങി, ഇനി മേലിൽ അറബ് ലോകത്തേക്ക് ഫുട്ബോൾ വരില്ല എന്നൊക്കെ പറഞ്ഞ് യാതൊരു കാര്യവുമില്ലാത്ത കീഴ്ശ്വാസത്തിന് സമാനമായ ഗീർവാണം അടിക്കാനുള്ള അവസരവുമാകുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. സൗദി അറേബ്യ വലിയൊരു രാജ്യമാണ്. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിലെ ഭൂപ്രകൃതിയുടെ വൈവിധ്യത്തിൽ വളരെ വലുതാണ് സൗദി അറേബ്യ. പക്ഷേ പരമ്പരാഗതമായി ഒരുപാട് മതപരമായ കാർക്കശ്യങ്ങളും പരിമിതമായ സ്വപ്നങ്ങളും ചിന്തകളിലുമൊക്കെ തളയ്ക്കപ്പെട്ടിരുന്ന ഒരിടമായിരുന്നു സൗദി അറേബ്യ. എന്നാൽ ഒരു രാജ്യത്തിൽ നിന്ന് മാറുന്ന ലോകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ആ മാറ്റങ്ങൾക്കൊപ്പം കഴിയാവുന്നിടത്തോളം സഞ്ചരിച്ചേ മതിയാവൂ എന്ന ചിന്തകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പുതിയ മുഹമ്മദ് ബിൻ സൽമാൻ്റെ നേതൃത്വത്തിൽ സാധാരണ അവിടെ ഭരണാധികാരികളായി വരുന്നവരൊക്കെയും നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരു കാലാവധി തീരാറാകുന്നവർ, അവരിങ്ങനൊരു കാലം കഴിച്ചു പോകുന്നു, അവരുടെ പിന്നിൽ നിന്ന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നു. നമുക്ക് പറയുമ്പോൾ അതിൻ്റെ ഒരു ബർക്കത്തും അതിൻ്റെ ഒരു സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ആ നാടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പെട്ടെന്ന് പെട്രോളിന് പകരം ഒരു ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ വന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായ കാലത്ത് സ്വർണത്തിന് പകരം മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ ഒക്കെ അത് പിടിച്ചു നിൽക്കാൻ പാടാവും. അപ്പോൾ വൈവിധ്യവൽക്കരണം ഏറ്റവും അനിവാര്യമായിരുന്ന കാലത്താണ് വളരെ യൗവനയുക്തമായ ചിന്തകളോടെ മുഹമ്മദ് ബിൻ സൽമാൻ വരുന്നതും സൗദി അറേബ്യയുടെ ഒരു കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്നതും. അവിടെ പുതിയ കാലഘട്ടത്തിൻ്റെ നഗരങ്ങളും പുതിയ കാലഘട്ടത്തിൻ്റെ സൗകര്യങ്ങളുമൊക്കെ അനിവാര്യമായിരിക്കുന്നു. ഇത് പറയുന്നവർക്കും അറിയാം, ഇതൊന്നുമില്ലാതിരുന്ന കാലത്തും ഇതാഗ്രഹിക്കുന്ന ഒരു ജനസമൂഹം എല്ലായിടവും ഉണ്ടാവും. അവർ ഇത് ആസ്വദിക്കാനായി ബഹ്റൈനോ യു കെയിലേക്കോ ഒക്കെ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയും ഒരു സമൂഹത്തിൻ്റെ നമുക്ക് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഇഷ്ടമായാലും ഇല്ലെങ്കിലും അങ്ങനെ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്ന ചിന്തയുടെ കൂടി അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള 2030 2040 ഒക്കെ പറയുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഡെവലപ്പ് ചെയ്തതും അത് മുന്നോട്ട് പോകുന്നതും. അതിൻ്റെയൊക്കെ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ കൊണ്ടുവന്ന് ഫുട്ബോൾ ക്ലബ്ബ് സജീവമാക്കിയതും. പിന്നെ അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങൾക്കും, കുതിരയോട്ടം, ഇന്നലകളിൽ സൗദി അറേബ്യയിൽ കാണാത്ത പലതും കൊണ്ടുവന്നത് എല്ലാവരും വിചാരിക്കുന്ന പോലെ ദീനിനെ തകർക്കുക എന്നുള്ളതല്ല, പണം അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പണം അവിടേക്ക് എത്തിക്കാൻ ഈ പറഞ്ഞതുപോലെയുള്ള സംഗതികൾ ഉണ്ടാകുമ്പോൾ സ്പോൺസർമാർ വരും, പന്തയക്കാർ വരും, ഇതിൻ്റെ ബാക്കിയുള്ള സംവിധാനങ്ങൾ വരും, ആ എക്കണോമി എൻറിച്ച് ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനമായിരുന്നു. അങ്ങനെയാണ് ഖത്തർ ഫുട്ബോൾ എടുത്തതുപോലെ 2034 ഫിഫ വേൾഡ് കപ്പ് സൗദി അറേബ്യയിലായിരിക്കും എന്ന് ഇന്നലെ ഔദ്യോഗികമായി ഫിഫ പ്രഖ്യാപിച്ചു. അന്ന് എല്ലാവരും പറഞ്ഞിരുന്നത്, എല്ലാവരും എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും ഒന്നും പറഞ്ഞില്ല, നമ്മുടെ മാത്യു സാമുവലിനെ പോലെ കീഴ്ശ്വാസ ഗീർവാണക്കാരൻ ഒക്കെ ഇരുന്ന് തള്ളിവിട്ടത്, ഇനി ഫുട്ബോൾ മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്ന പ്രശ്നമില്ല. ഞാൻ 25 ഫുട്ബോൾ ലോകകപ്പുകൾ കണ്ടിട്ടുള്ള ആളാണ്. അവിടെ ഇംഗ്ലണ്ടിൽ ആരാധകർ തെരുവിലൂടെ ബിയർ കുടിച്ചുകൊണ്ട് വൈൻ കുടിച്ചുകൊണ്ടല്ലാതെ നടക്കാൻ പറ്റില്ല, ഇസ്ലാം ഒഴുകി കടലിൽ പോയി എന്നൊക്കെ അടിച്ചപ്പോൾ അതിൻ്റെ താഴെ വന്ന് അയാളെ അനുകൂലിക്കുന്ന കുറേ പേർ ഊരിയിടലായിരുന്നു, എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ്. പക്ഷേ സംഗതി ഇതേ ഇപ്പോൾ സൗദി അറേബ്യയിലാണ് 2034 നടക്കാൻ പോകുന്നത്. തികച്ചും ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും അവിടെ ഉണ്ടാവുക. അതിലൊരു സംശയവും വേണ്ട. ഖത്തറിൽ ഉണ്ടായിരുന്നത് പോലെ മനുഷ്യനെ പഠിക്കാനും സംസ്കാരങ്ങൾ അറിയാനും സംസ്കൃതികൾ മനസ്സിലാക്കാനും എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് ഖത്തർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ കുറച്ചുകൂടി മനോഹരമാക്കുന്ന ഒരു അനുഭവമായിരിക്കും 2034 എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരം കാര്യങ്ങൾ കൂടി ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. എന്നും കുന്നും നമ്മൾ ഈ ചില ചിന്തകളുടെ ഭാഗമായി, ചില പിന്നെ ബോധ്യങ്ങളുടെ ഭാഗമായി അതിൻ്റെ ഉള്ളിൽ മാത്രം അടച്ച് ഒരു രാജ്യത്തെയോ ഒരു സമൂഹത്തെയോ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. സൗദി സർക്കാരിന് അഭിനന്ദനങ്ങൾ. മനോഹരമാകട്ടെ, ആ നാടും വളർച്ചയുടെ കേന്ദ്രമാകട്ടെ എന്നും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.